ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വൈകുന്നേരം ആയപ്പോൾ ഒരു ചക്ക കിട്ടി കേട്ടോ. ഇപ്പോൾ ചക്ക എങ്ങനെ കഴിക്കാൻ എനിക്ക് പേടിയുണ്ട്. ഈ വെയിലും മഴയൊക്കെ മാറി മാറി വരുന്നതുകൊണ്ട് വയറുവേദനയൊക്കെ പിടിക്കുന്നു വിചാരിച്ചിട്ട് പിന്നെ ഒന്ന് രണ്ടൊക്കെ ഞങ്ങൾ ടേസ്റ്റിന് വേണ്ടി കഴിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം എന്തായാലും അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എല്ലാം വേറെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ രാവിലെ തന്നെ ആയപ്പോൾ ഞാൻ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ട് വാട്ടിയെടുത്തു. ഇല അങ്ങനെ തന്നെ വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ തട്ടിയാൽ കീറി പോകുമെന്ന് വിചാരിച്ചു അപ്പം തന്നെ വാട്ടി വെച്ചു. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്ന ചക്കയൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന വെല്ലത്തിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചു കേട്ടോ. നല്ല അരിച്ചിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്, അല്ലെങ്കിൽ നിറയെ കരടും കല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. തലേ ദിവസം തന്നെ ചക്കയൊക്കെ കിട്ടിയോണ്ട് ഞാൻ അത്യാവശ്യം പണിയൊക്കെ രാവിലെ തന്നെ എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ചക്കയൊക്കെ നല്ല വെന്തുടഞ്ഞതിൻ്റെ ശേഷം കുറച്ച് ജീരകവും ഏലക്കായൊക്കെ ഞാനൊന്ന് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഞാൻ പൗഡർ പോലെയൊന്നും ആക്കിയിട്ടില്ല. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അരിപ്പൊടി കേട്ടോ ചേർക്കണത്. ഈ പുട്ടുപൊടി അല്ല, ഈ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ, അതാണ് കേട്ടോ ചേർത്ത് നല്ല മിക്സ് ചെയ്യണത്. നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത് വെച്ചു കേട്ടോ. ഒന്ന് തണുക്കാനാണ്, അപ്പോഴല്ലേ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പരത്തുമ്പോൾ പൊള്ളാതിരിക്കാനാണ് കേട്ടോ. ഒരു സൈഡ് മാത്രം കേട്ടോ വാഴയിലയിൽ ഞാൻ പരത്തണത്. അപ്പോൾ നമ്മളിങ്ങനെ അടച്ചു വെക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഫുള്ളും പരത്തുകയാണെങ്കിൽ ഭയങ്കര കട്ടി കൂടും കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ ഇടഞ്ഞിലയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്കത് കിട്ടാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വാഴയിലയിൽ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയത്. അങ്ങനെ എല്ലാ മാവും ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഒറ്റ ട്രിപ്പിൽ വെന്തെടുക്കാൻ പറ്റി കേട്ടോ. വെള്ളം നല്ല തിളച്ചതിൻ്റെ ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ കേട്ടോ നമ്മൾ ഈ അടയൊക്കെ എടുത്തു വെച്ചിട്ട് വേവിക്കണത്. ഒരു അരമണിക്കൂർ വെന്താൽ തന്നെ മതിയാവും കേട്ടോ. നല്ല റെഡിയാവും. നമ്മൾ ഏകദേശം ഈ ചൂടില്ലപ്പോഴല്ലേ മാവൊക്കെ നമ്മൾ ചേർത്തത്, അതുകൊണ്ട് അപ്പം തന്നെ ഒരുവിധം കുക്കായിട്ടുണ്ടാവും. പിന്നെ ഒന്നും കൂടി ആ ഇലയിൽ കിടന്ന് വേവേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനെ വെന്തു എന്ന് അറിയുകയാണെങ്കിൽ ഈ ഇല ഇന്ന് അങ്ങനെ വിട്ടുപോരും. നമ്മളൊന്ന് ലൈറ്റായിട്ട് എടുക്കുമ്പോൾ തന്നെ അപ്പം തന്നെ മനസ്സിലാവും കേട്ടോ വെന്തു എന്നൊക്കെ. പണ്ടൊക്കെ തലേ ദിവസം തന്നെ അമ്മമാരൊക്കെ ഈ അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് കിടക്കലാട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് ചായക്കടിക്കൊക്കെ ഇത് റെഡി ആയിട്ടുണ്ടാകും. ഇപ്പം പിന്നെ നമ്മൾ അധികം ഈ ഗ്യാസിലല്ലേ, അതുകൊണ്ട് അരമണിക്കൂറിൽ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചു. അങ്ങനെ എല്ലാം റെഡി ആയിട്ടോ. നല്ല കളർ ഡിഫറൻറ്റ് ഉണ്ട് കണ്ടോ. നല്ല ടെംപ്റ്റിംഗ് ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മധുരമൊക്കെ നമ്മൾ ചേർക്കണ പോലെയാട്ടോ, നമ്മളെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്കാം. അങ്ങനെ റെഡി ആയിട്ടോ അട കണ്ടോ. ഇലയിൽ നിന്നൊക്കെ വിട്ടു വന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബായ്.